നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നല്ലൊരു റീലോ പോസ്റ്റോ ഒക്കെ കാണുന്ന സമയത്ത് അത് ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അയച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് നിങ്ങൾ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ തന്നെ മെസ്സേജ് ഉണ്ടല്ലോ അതിലേക്കോ അയക്കുന്നവരാണോ? എങ്കിൽ നിങ്ങളറിയാത്ത വലിയൊരു ചതി ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇൻസ്റ്റഗ്രാം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ലിങ്കാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മൾ ഒരാൾക്ക് ഇതുപോലെ ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്തരം വീഡിയോ ഫോട്ടോ മാത്രമല്ല ഷെയർ ചെയ്യുന്നത്, കൂടെ നമ്മുടെ പ്രൊഫൈൽ കൂടിയാണ് ഷെയർ ചെയ്യുന്നത്. ഞാനതൊരു എക്സാമ്പിൾ ആദ്യം കാണിച്ചു തരാം. ഇപ്പോൾ വാട്സപ്പിലേക്ക് എൻ്റെ സഹോദരി അയച്ചു തന്ന ഒരു ഇൻസ്റ്റഗ്രാം ലിങ്കാണിത്. ഞാൻ അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റ ഓപ്പൺ ആകുമ്പോൾ തന്നെ അവളുടെ പ്രൊഫൈൽ കൂടി കാണിക്കുന്നുണ്ട്. അതായത് അത് എനിക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, ഇന്നയാളാണ് ഇന്ന വീഡിയോ ഷെയർ ചെയ്തതെന്ന സജഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം വരുന്നത് എന്തെന്നാൽ ഈ പെങ്ങൾ അയച്ചു തന്ന അതേ ലിങ്ക് തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്കും കാണിക്കുക പെങ്ങളുടെ പ്രൊഫൈലാണ്. സുഹൃത്തുക്കൾ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിലോ? ഒരുപാട് ആൾക്കാർ അത്തരത്തിൽ അതേ ലിങ്ക് തന്നെ അവരുടെ സുഹൃത്തുക്കൾ അവരുടെ ബന്ധുക്കൾ അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ സഹോദരിയുടെ പ്രൊഫൈലാണ് എല്ലാവർക്കും കാണിക്കുക. ഇപ്പോൾ ചിലർക്കൊക്കെ 2ഉം 3ഉം ഒക്കെ ഇൻസ്റ്റ ഐ ഡി ഉണ്ടാവും. നമ്മളപ്പോൾ നല്ലൊരു റീലോ പോസ്റ്ററോ ഒക്കെ കണ്ടിട്ട് ഇതുപോലെ നമ്മുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ നമ്മുടെ ഫേക്ക് ഇൻസ്റ്റ അക്കൗണ്ട് ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇതുപോലെ നമ്മുടെ പ്രൊഫൈൽ ഇല്ലാതെയും ഇത്തരം വീഡിയോകൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ആ ഒരു ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. അതിലൂടെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഷെയർ ചെയ്യാതെ ഇത്തരത്തിലുള്ള വീഡിയോ ആണോ പോസ്റ്ററാണോ അത് മാത്രം ഷെയർ ചെയ്യാൻ പറ്റും. അവർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ പോസ്റ്റർ അല്ലെങ്കിൽ വീഡിയോ മാത്രമേ ഓപ്പൺ ആവുകയുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയിൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രശ്നം. ഇൻസ്റ്റഗ്രാമിലെ എന്ത് നമ്മൾ എവിടേക്ക് ഷെയർ ചെയ്താലും മറ്റൊരാൾ ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആരാണോ ആ ലിങ്ക് ഷെയർ ചെയ്തത് അവരുടെ പ്രൊഫൈൽ ഇതുപോലെ പോപ്പപ്പ് ആയിട്ട് കാണിക്കും. അപ്പോൾ ഇങ്ങനെ കാണിക്കാതിരിക്കാൻ ഞാൻ മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം റീൽ ഷെയർ ചെയ്യുകയാണ്. ഞാൻ വാട്സപ്പാണ് തിരഞ്ഞെടുക്കുന്നത്. വാട്സപ്പിൽ എന്നിട്ട് നമുക്ക് ആർക്കാണ് ഷെയർ ചെയ്യേണ്ടത് അവരെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴെ ഒരു നീളത്തിലുള്ള ലിങ്ക് കാണാം. ഈ ലിങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇടയിലൊരു സ്ലാഷ് കാണാം, അതായത് ഭാഗത്തൊരു സ്ലാഷ് കാണാം. ആ സ്ലാഷിൻ്റെ ഇപ്പുറം ഒരു ചോദ്യചിഹ്നം കാണാം. ആ ചോദ്യചിഹ്നം മുതൽ ഇങ്ങോട്ടുള്ള ഭാഗം മൊത്തത്തിൽ നമ്മുടെ ID ആണ്. മുകളിലുള്ളത് ആ സ്ലാഷിന് മുകളിലോട്ടുള്ളത് വീഡിയോയുടെ ലിങ്കാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ചോദ്യചിഹ്നം വരെയുള്ള അതായത് ആ സ്ലാഷ് വരെയുള്ള മൊത്തം ഭാഗം ഇതുപോലെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പ്രൊഫൈൽ സെൻഡ് ആവില്ല, വെറും ആ വീഡിയോ പോസ്റ്ററോ അത് മാത്രമേ സെൻഡ് ആവുകയുള്ളൂ. അപ്പോൾ ഇനി ഇങ്ങനെ നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീലിൽ തന്നെ അതേ റീല് കോപ്പി അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണ് വാട്സപ്പായാലും എന്തായാലും അതിലേക്ക് പേസ്റ്റ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെ ആ സ്ലാഷിന് ശേഷം നേരത്തെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ, അതായത് ആ ചോദ്യചിഹ്നം വരെയുള്ളത് താഴെ നിന്ന് ചോദ്യചിഹ്നം വരെയുള്ളതാണ് നമ്മുടെ അക്കൗണ്ട്. നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതുപോലെ ഒഴിവാക്കിയിട്ട് പ്രിവ്യൂ വന്നതിന് ശേഷം സെൻഡ് ചെയ്യുകയാണെങ്കിൽ മറ്റാർക്കും നമ്മുടെ പ്രൊഫൈൽ ലഭിക്കില്ല. അവരെന്നെ എത്ര ഷെയർ ചെയ്താലും ആ വീഡിയോ ആണോ ആ പോസ്റ്റർ ആണോ അത് മാത്രമേ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.